നമ്മുടെ ഒരു പാനൽ എത്ര യൂണിറ്റ് വരെ മാക്സിമം പ്രൊഡക്ഷൻ നടത്തുന്നുള്ളതിനെ നമുക്ക് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് മൈക്രോ ഇൻവെർട്ടർ, ഞാനിവിടെ സ്ഥാപിച്ച സോളാർ സിസ്റ്റത്തിൻ്റെ ഇൻവെർട്ടർ സിസ്റ്റത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാനൽ ഏതാണ്, ഇത് മൊത്തത്തിലുള്ള ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എത്രയായി, ആരാണ് എനിക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് ടൈപ്പ് പാനലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് ടൈപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പാനൽ നോക്കാം. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് പാനലാണ് സോളാർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ഒന്ന് പോളിക്രിസ്റ്റലൈൻ ഉപയോഗിക്കുന്നുണ്ട്, മോണോക്രിസ്റ്റലൈൻ, അതാണ് മോണോക്രിസ്റ്റലൈൻ മോണോപെർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് കൂടുതലും യൂസ് ചെയ്യുന്ന ടെക് എന്ന് പറയുന്നത്. ആ ഒരു ടെക്നോളജി വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ നിറം നോക്കാൻ നിങ്ങൾക്ക് അറിയാം, ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡാണ് ഉണ്ടല്ലേ. ബ്ലാക്ക് ഷെയ്ഡ് ഉള്ളതെല്ലാം മോണോക്രിസ്റ്റലിനായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് മഴയത്തും അല്ലെങ്കിൽ ഈ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴേക്കും നമുക്ക് കൂടുതലും യൂസ്ഫുൾ എന്ന് പറയുന്നത് മോണോക്രിസ്റ്റലൈൻ ആണ്. നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ പോളിക്രിസ്റ്റലൈൻ ആണെങ്കിൽ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നത് പോളിക്രിസ്റ്റലൈനിൽ നിന്നാണ്. ഇപ്പോൾ വെതർ കണ്ടീഷൻ ചേഞ്ച് ചെയ്തനുസരിച്ച് വരുന്ന നമ്മുടെ കേരളത്തിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ മോണോക്രിസ്റ്റലൈൻ ആണ്. നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ മോണോക്രിസ്റ്റലൈൻ മോണോപെർക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് പോളിക്രിസ്റ്റലൈൻ എന്നുള്ള പാനലാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്വെലക്ട് എന്ന് പറയുന്ന ബ്രാൻഡാണ്, സ്വെലക്ട് എനർജി. സ്വെലക്ട് എനർജി എന്ന് പറയുന്നത് 38 വർഷമായിട്ടുള്ള ഇന്ത്യയിലെ ബ്രാൻഡാണ്. ചൈനീസ് പ്രൊഡക്റ്റ് ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ 38 വർഷം പഴക്കമുള്ളൊരു ബ്രാൻഡാണ്. നമ്മൾ NSEയിലും നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് സ്വെലക്ട് എന്ന് പറയുന്നത്. അപ്പം അവരുടെ പാനലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനത് കാണിക്കാം. നമുക്ക് കാണാം, ഇതെന്ന് പറയുന്നത് 390 വാട്ട്സിൻ്റെ 13 പാനൽസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 390 വാട്ട്സിൻ്റെ 13 പാനൽസാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ കഴുകിയിട്ട് കുറേ നാളായി, അതുകൊണ്ട് അഴുക്ക് നമുക്ക് കാണാം. ഇതാണ് 72 സെല്ലാണ് വരുന്നത്. 72 സെല്ലിൻ്റെ പാനൽസാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ സ്വെലക്ട് എന്ന ബ്രാൻഡിൻ്റെ 72 സെല്ല് വരുന്ന 390 വാട്ട്സിൻ്റെ 13 പാനലാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. വിത്ത് 13 മൈക്രോ ഇൻവെർട്ടറാണ് ഈ സിസ്റ്റം വന്നേക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്വെലക്റ്റിൻ്റെ ബ്രാൻഡഡ് സ്വെലക്ട് എനർജി സിസ്റ്റംസ് ലിമിറ്റഡ്. ഇത് മോണോക്രിസ്റ്റലൈൻ മോണോപെർക്കാണ് ഈ പാനൽ യൂസ് ചെയ്തേക്കുന്നത്. നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് സ്ട്രക്ചറൊന്നും യൂസ് ചെയ്തിട്ടില്ല, നോർമൽ അവർ കൊണ്ടുവരുന്ന ബേസിക് സ്ട്രക്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അധികം പൊക്കത്തുള്ളത് വെച്ചേക്കുന്നത്, കാരണം നമുക്കിവിടെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് കുറവുണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത സമയത്ത്. അപ്പോൾ ഈ ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു ബേസിക് സ്ട്രക്ചേഴ്സാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചരിച്ച് ഒരു ആംഗിളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞത് 1 കിലോ വാട്ടിന് 4 യൂണിറ്റ് എന്ന കണക്കിനാണ് നമുക്ക് 5 കിലോ വാട്ടിന് 20 യൂണിറ്റ് അവരൊരു ആവറേജ് നമുക്കൊരു കണക്ക് തരുന്നത്. 20 യൂണിറ്റ് പ്രൊഡക്ഷൻ ഡെയിലി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാനൽ അതിന് വേണ്ടി എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ളത് ഒരു ഡേറ്റ ഉണ്ട് അതിന്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക്, അപ്പോൾ എൻ്റെ കേസ് ഈ ഒരു പാനൽ നമുക്ക് എത്ര യൂണിറ്റ് ഒരു ദിവസം പ്രൊഡക്ഷൻ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡേറ്റ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഒരു ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ എത്രമാത്രം യൂണിറ്റ് ഒരു പാനലിൽ നിന്ന് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ഒരു പാനൽ എത്ര യൂണിറ്റ് വരെ മാക്സിമം പ്രൊഡക്ഷൻ നടന്നുള്ളതിനെ നമുക്ക് നോക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഹിസ്റ്ററിക്കൽ ഡേറ്റ എടുക്കണം. നമുക്ക് ഈ റീസെൻ്റായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അതിന് ആവറേജ് ഡേറ്റ നോക്കുമ്പോൾ കുറവാണ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ആ ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് അതിൻ്റെ മാക്സിമം നമുക്ക് 2 യൂണിറ്റിൽ പുറത്താണ് ഒരു പാനൽ പ്രൊഡക്ഷൻ നടത്തുന്നത്. 2.25 വന്നിട്ടുണ്ട്. 2 യൂണിറ്റിൽ കൂടുതലാണ് ഒരു പാനൽ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് എനിക്ക് സോളാർ പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്ത് തന്നതെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റലേഷൻ കോസ്റ്റുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എനിക്ക് വന്നത് ഏകദേശം ഒരു 3.5 ലക്ഷം to 4 ലക്ഷത്തിനകത്താണ് എനിക്ക് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വന്നത്. കാരണം ഇതൊരു മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റമാണ്, സോ എക്സ്പെൻസീവ് ആണ് ആ സിസ്റ്റം. അതുകൊണ്ടാണ് അത്രയും റേറ്റ് വരുന്നത്. നിങ്ങൾ നോർമൽ സ്ട്രിങ് ഇൻവെർട്ടർ നോക്കുവാണെങ്കിൽ എൻ്റെ നേരെ പകുതി താഴെ വരുള്ളൂ. കാരണം ഒരു KSB സബ്സിഡിയൊക്കെ ഉൾപ്പെടെ ഒരു 2.5 ലക്ഷം അല്ലെങ്കിൽ താഴെ വരത്തുള്ളൂ നിങ്ങൾക്ക് ഈ സ്ട്രിങ് ഇൻവെർട്ടർ സിസ്റ്റം, സെയിം കപ്പാസിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് ട്രൈ എനർജി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലുള്ള ഒരു കമ്പനിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രൈ എനർജി സിസ്റ്റംസ് എന്ന കമ്പനിയാണ്, കൊച്ചി ബേസ്ഡ് ആണ്. അപ്പോൾ അവരാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം കൊച്ചിയിൽ നിന്ന് നമുക്കിത് പുനലൂർ കൊല്ലം ജില്ലയിൽ വരെ വന്നു, വണ്ടി ട്രാൻസിറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം അതിന് ഒരു ചാർജസൊക്കെ നമുക്ക് ഈടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്, കോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അതിലും ദൂരമാണെങ്കിൽ ചിലപ്പോൾ അടുത്താണെങ്കിൽ ചിലപ്പോൾ കോസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതിൽ ദൂരെയാണെങ്കിൽ ചിലപ്പോൾ കോസ്റ്റ് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വ്യത്യാസം വരും. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.